ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസത്തെ 12ാമത്തെ ദിവസം, ഈ വർഷത്തെയും 12ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് സമ്പന്നനായ ദരിദ്രൻ. ചിന്താവിഷയം സമ്പന്നനായ ദരിദ്രൻ. ലൂക്കോസ് എവൻഗലിയാസ്തായുടെ രക്ഷാസുവിശേഷം 12ാം അധ്യായം 20ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ധനവാന് ഈ ലോകത്തിൽ വസ്തുവകകൾ ആവശ്യമുള്ളിടത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവദൃഷ്ടിയിൽ അവൻ ദരിദ്രനായിരുന്നു. എന്താണ് കാരണം? ഒന്നാമത്, വസ്തുവകകൾ സമ്പാദിച്ചും തിന്നും കുടിച്ചും ആനന്ദിച്ചും അവൻ തൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു. രണ്ടാമതായി, അവൻ്റെ മണിമാളികകളും കളപ്പുരകളും പണവുമെല്ലാം അവൻ്റെ സ്വന്തമാണെന്ന് വിശ്വസിച്ച് തന്നെ വഞ്ചിച്ചു. അവയെ അവൻ്റെ തൽക്കാല ഉപയോഗത്തിന് മാത്രം നൽകിയിരിക്കുകയാണെന്ന് തൻ്റെ കാര്യവിചാരകത്വത്തെക്കുറിച്ച് ഒരു ദിവസം തനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും അവൻ ഓർത്തില്ല എന്നതാണ് സത്യം. അവസാനമായി, ഈ ഭൂമിയിലെ തൻ്റെ ഭാവി ജീവിതത്തിനു വേണ്ടി അവൻ സവിസ്തരമായി പ്ലാൻ ചെയ്തു. എങ്കിലും നിത്യതയ്ക്ക് വേണ്ടി ഒന്നും കരുതിയില്ല എന്ന് നമുക്ക് മനസ്സിലാകും. സഹജീവികളോട് തനിക്കുള്ള കടപ്പാട് അവൻ പൂർണ്ണമായി അവഗണിച്ചു കളഞ്ഞു എന്ന് നമുക്ക് അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ധനവാനായ മറ്റൊരാളുടെ കാര്യം ചിന്തിക്കാം. കരം ചുമത്തുന്നതിന് ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ സാധുവായ ഒരു സഭാ ശുശ്രൂഷകന്റെ വസ്തുവകകളുടെ വില നിർണ്ണയിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി. നിങ്ങൾക്ക് എന്തെല്ലാം സമ്പാദ്യമുണ്ട്? അയാൾ ചോദിച്ചു. ഞാൻ വലിയ സമ്പന്നനാണ്. സഭാ ശുശ്രൂഷകൻ മറുപടി പറഞ്ഞു. ഒന്നാമതായി, എനിക്ക് നിത്യജീവൻ ഉണ്ട്. രണ്ടാമത്, എനിക്ക് സ്വർഗത്തിൽ ഒരു വാസസ്ഥലമുണ്ട്. മൂന്നാമത്, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എനിക്കുണ്ട്. നാലാമതായി, പറഞ്ഞു തീരാത്ത സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. അഞ്ചാമത്തത്, വാസ്തവമായ ഒരു ക്രിസ്തീയ ഭാര്യ എനിക്ക് ഉണ്ട്. ആറാമത്, എൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യവും അനുസരണവും ഉള്ളവരാണ്. ഏഴാമതായി, എനിക്ക് വിശ്വസ്തരായ സ്നേഹിതന്മാരുണ്ട്. എട്ടാമത്, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒൻപതാമത്തേത്, പരിശോധനകളുടെ സമയത്ത് ആശ്വാസത്തിൻ്റെ സംഗീതം ഞാൻ കേൾക്കുന്നു. പത്താമതായി, ഒരു ജീവകിരീടം എനിക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥൻ, നിങ്ങൾ വളരെ സമ്പന്നൻ തന്നെ, സംശയമില്ല. എന്നാൽ നിങ്ങൾക്ക് കരം ചുമത്തുവാൻ തക്ക വസ്തുവകകളില്ല എന്ന് പറഞ്ഞിട്ട് കടന്നുപോയി. സഹോദര, ദൈവദൃഷ്ടിയിൽ നീ ധനവാനാണെങ്കിൽ നിന്റെ ഈ ലോക സമ്പത്തുകൾ എത്ര വളരെ ആയാലും നീ യഥാർത്ഥത്തിൽ പാപ്പരാണ്. അതായത് സഹോദര, ദൈവദൃഷ്ടിയിൽ നീ ധനവാനല്ലെങ്കിൽ നിന്റെ ലോക സമ്പത്തുകൾ എത്ര വളരെ ആയാലും നീ യഥാർത്ഥത്തിൽ പാപ്പരാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ദൈവികമായി സമ്പന്നനാകുന്നത് വസ്തുവകകളിൽ സമ്പന്നനാകുന്നതിനേക്കാൾ എത്രയോ നല്ലത് എന്നാണ്. അതായത് ദൈവികമായി സമ്പന്നനാകുന്നത് വസ്തുവകകളിൽ സമ്പന്നനാകുന്നതിനേക്കാൾ എത്രയോ നല്ലത് എന്നാണ് നാം ഇവിടെ കണ്ടത്. സമ്പന്നനായ ദരിദ്രൻ. ഈ ലോകത്തിൽ എന്തൊക്കെയും നമ്മൾ വെട്ടിക്കൂട്ടി പിടിച്ചാലും അതൊക്കെയും ഈ ലോകത്തിൽ വിട്ടിട്ട് നമ്മൾ വെറും കൈയോടെ വന്നു വെറും കൈയോടെ തന്നെ തിരികെ പോകേണ്ടി വരും. നമുക്ക് ഒരു കാര്യം മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതിയാകും. ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് പൈസ വേണ്ട എന്നല്ല, എന്നാൽ അധികം ഉള്ളത് ആവശ്യത്തിൽ അധികം കൂട്ടിവെച്ച് മറ്റുള്ളവരെ ദരിദ്രരാക്കുന്ന ആ ഒരു തത്വസംഹിത, അതാണ് ദൈവത്തിന് നിരക്കാത്തത്.
നിങ്ങളുടെ വരുമാനത്തിൻ്റെ ദശാംശം നിങ്ങൾ പാവങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾ അവരെ സഹായിക്കുന്നുവെങ്കിൽ, അത് മറ്റുള്ളവരെ അറിയാതെ ചെയ്യുന്നുവെങ്കിൽ, ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറ്റേ കൈ അറിയരുതെന്ന് ദൈവം നമ്മെ പഠിപ്പിച്ചതായ ആ തത്വസമൂഹ്യതയിൽ നാം സഹായിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മൾ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി തീരുകയും ചെയ്യുമെന്നതിന് രണ്ട് അഭിപ്രായമുണ്ടാകുകയില്ല. എന്നാൽ നാം ഈ ലോകത്തിൽ എത്ര വലിയ സമ്പന്നനായാലും നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ, സൽപ്രവൃത്തി ചെയ്യാത്തവരാണെങ്കിൽ, ഭക്തിഗാനങ്ങൾ ആലപിക്കാത്തവരാണെങ്കിൽ, വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കാത്തവരാണെങ്കിൽ നമുക്കെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ രണ്ട് ധനവാന്മാരുടെ കഥ ഞാനിവിടെ പറഞ്ഞത് അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.